നഗരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആന ഇങ്ങനെ നടക്കും. ആന നേരത്തെ സ്മിത പറഞ്ഞതുപോലെ ഈ കടല് കാണുന്ന പോലെ ആന പറഞ്ഞ പോലെ കടല്, ആന, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എത്രയും മലയാളികൾക്ക് മടുക്കാത്ത കണ്ടാലും കൊതി തീരാത്ത ആൾക്കാരാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇവിടെ ഇതാ ഇവിടെ നമ്മളിവിടെ ആനപ്പറമ്പിലേക്ക് കേട്ടോ ആനകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആനകളെ ഒന്ന് ഒരുക്കുന്ന സ്ഥലമാണ് ഇവിടെ. അങ്ങോട്ട് ക്യാമറ കാണിച്ചേ കാണാം. ആന ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്, ആനയ്ക്ക് ചെറിയ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, രാവിലെ ചെറിയ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് വിശക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതായപ്പോൾ ഇവിടെ ആനകളെ കുളിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എത്ര ആനയാണ്? 1, 2, 3, 4, 5, 6 അപ്പോൾ ഓരോരുത്തർക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പ്ലോട്ടിൽ അത്ര ആനകൾ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആന കുളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ആന കുളിപ്പിക്കുന്ന കാണാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേരുണ്ട്. ആന വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും എത്ര കണ്ടാലും ആനയെ കണ്ടാൽ മതിയാവില്ല. നമ്മൾ എല്ലാ വർഷവും അത് വിചാരിക്കാറുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ വെറുതെ വന്ന് നോക്കി നിൽക്കും, ഇങ്ങനെ ആനയെ കുളിപ്പിക്കുന്നതും. നമസ്കാരമുണ്ട്. ആനയെ കുളിപ്പിക്കുന്ന കാണാൻ വന്നോ? എന്തുണ്ട് പൂരം എങ്ങനെ പോകുന്നു? എവിടുന്നാ? ഇവിടെ തൃശ്ശൂർ, എറണാകുളം. പൂരം കാണാൻ വേണ്ടി വന്നാ? പൂരം കാണാൻ വേണ്ടി വന്നാ? ആ പൂരം കണ്ട് വട്ടെ ഇനിയിപ്പം കുടമാറ്റം കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞ് പോകുള്ളൂ. ഒറ്റയ്ക്കുള്ളൂ പോലെ കൊച്ചി തന്നെ? കാർഷിക യൂണിവേഴ്സിറ്റി പഠിക്കുക. അപ്പൊ അതാണ് പ്രഷർ നോക്കി ഇങ്ങോട്ട് കണ്ടോ, നോക്ക് മക്കളെ നോക്ക് എന്നേതോ പുലിസ്റ്റേഷനിലാണ് പറയുന്ന പോലെ പിടിക്കണ്ട. നമ്മള് കുളിച്ചാനാ, ഒരു കുളി കഴിഞ്ഞതാ, തിരിഞ്ഞ് വരുന്നുണ്ട്. നെറ്റിയിലിങ്ങനെ കുറിയൊക്കെ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ആന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാൻ നോക്കിക്കാൻ തോന്നുന്നില്ലേ? അതുപോലാണ്. അവിടെ ഇഷ്ടം പോലെ 1, 2, 3, 4, 5, 6, 7 ആന വരും. എന്ന് പറഞ്ഞാൽ കണ്ടാലും മതിയാവുകില്ല എനിക്ക് എത്ര കണ്ടാലും ഈ ചിത്രം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതുപോലെ ആനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന സ്ഥലം മുഴുവൻ, ഈ പറയുന്ന ഏരിയ മുഴുവൻ ആനകൾക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഏരിയ ആണ്. കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 10-100 ആനകൾ ഈ ദിവസങ്ങളിൽ പല ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ കുറെ അധികം ആനകളൊക്കെ ഇവിടേക്കൊക്കെ എത്തും. ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്, ആനകൾ കുളിപ്പിക്കും, അതിന് ചെറിയ ഭക്ഷണം കൊടുക്കും. ഓരോ ആനകൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ രാമനോ എറണാകുളം ശിവനോ മാത്രമല്ല കേട്ടോ, ഇവിടെ വരുന്ന ഓരോ ആനകൾക്കും അതിൻ്റെതായ ഫാൻ ബേസ് ഉണ്ട്. അതിനെ മാത്രം കാണാൻ വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പൂരത്തിന് എന്തിനു വന്നു ചോദിച്ചാൽ എറണാകുളം ശിവകുമാറിനെ മാത്രം കാണാം, അല്ലെങ്കിൽ തൃക്കടവൂർ ശിവരാജുവിനെ കാണാൻ വരുന്നു എന്ന് മാത്രം പറയുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പൂരം ആനകളുടെ പൂരം കൂടിയാണ്. ഈ പൂരം താളങ്ങളുടെ പൂരമാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വരുന്ന പഞ്ചവാദ്യം കാണാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ എലഞ്ഞിത്തറ മേളം കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് കാണാൻ വരുന്നവരുടെ പൂരമാണ്. അങ്ങനെ ചെറിയ ആളുകൾ ചേർന്ന് ഒരു മനുഷ്യ മഹാസമുദ്രമാകാൻ വരുന്ന മണിക്കൂറുകൾ.